പി.ജെ. ജോസഫിന് സ്വന്തം തട്ടകത്തിൽ കനത്ത തിരിച്ചടി. മത്സരിച്ച ഭൂരിഭാഗം സീറ്റുകളിലും പരാജയപ്പെട്ടു. തിരിച്ചടിക്ക് കാരണം കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം. ഇക്കുറി തന്റെ സ്വന്തം തട്ടകത്തിൽ തിരിച്ചടിയേറ്റ പി.ജെ. ജോസഫ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ UDF നേട്ടം കൊയ്തപ്പോഴാണ് പി.ജെ. ജോസഫിന് വോട്ടും സീറ്റും കുറഞ്ഞത്. മകനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പി.ജെ. ജോസഫിന്റെ നീക്കത്തിന്റെ പേരിൽ ആഭ്യന്തര കലഹം രൂക്ഷമായ ജോസഫിന്റെ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മകന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി സീറ്റ് വിഭജന ചർച്ചയിൽ പി.ജെ. ജോസഫ് കോൺഗ്രസ് ലീഗ് കക്ഷികൾക്ക് മുൻപിൽ വിട്ടുവീഴ്ച ചെയ്ത് അർഹമായ സീറ്റുകൾ നേടാത്തത് ജോസഫ് വിഭാഗം അണികളിൽ അമർഷത്തിന് ഇടയാക്കിയിരുന്നു. പല പഞ്ചായത്തുകളിലും ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജോസഫ് ഗ്രൂപ്പുകാർ കാലുവാരിയതായും ആക്ഷേപം ഉയരുന്നുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും കട്ടപ്പനയിലും അർഹമായ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് UDF നൽകില്ല എന്നു മാത്രമല്ല, കട്ടപ്പനയിൽ നൽകിയ സീറ്റിൽ കോൺഗ്രസ് വിമതൻ മത്സരിക്കുകയും ചെയ്തു. ഇവിടെ LDF ആണ് വിജയിച്ചത്. നഗരസഭയിൽ 6 മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാനായുള്ളൂ. തൊടുപുഴ നഗരസഭയിൽ 2 വാർഡുകളിൽ മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിന് വിജയിക്കാനായത്. കരിക്കുന്നം പഞ്ചായത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കം ദയനീയമായി പരാജയപ്പെട്ടു. മത്സരിച്ച 7 സീറ്റിൽ 3 അവർ പരാജയപ്പെട്ടു. മകനിറക്കി കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചെടുത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞതോടെ അപ്പു ജോസഫിനെ പഞ്ചായത്തിലെ പ്രചരണത്തിൽ നിന്ന് പിൻവലിച്ചതായി കോൺഗ്രസുകാർ പറയുന്നു. ഗാനമേള നടത്തിയ ആളെ കൂട്ടാനുള്ള പദ്ധതിയും പൊളിഞ്ഞിരുന്നു. മണക്കാട് പഞ്ചായത്തിലും പ്രമുഖരായ ജോസഫ് ഗ്രൂപ്പുകാർ തോൽവിയുടെ രുചിയെറിഞ്ഞു. 5 വാർഡുകളിൽ മത്സരിച്ച അവർക്ക് വിജയിക്കാനായത് ഒരിടത്തും മാത്രമാണ്. മുട്ടം പഞ്ചായത്തിൽ 5 വാർഡുകളിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായത് 2 സീറ്റിൽ മാത്രം. പി.ജെ. ജോസഫിന്റെ സ്വന്തം പുറപ്പുഴ പഞ്ചായത്തിലും 2 വാർഡുകളിൽ പരാജയപ്പെട്ടു. പി.ജെ. ജോസഫിന്റെ തട്ടകമായ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പി.ജെ. ജോസഫിന് അഭിമാനകരമായ വിജയം നേടാനാകാത്തത് ജോസഫ് ഗ്രൂപ്പ് അണികളിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വൻ വിജയം നേടിയ വണ്ണപ്പുറം, കോടിക്കുളം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പഞ്ചായത്തുകളിലും ജോസഫ് വിഭാഗവും കോൺഗ്രസും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് പരാജയപ്പെട്ടതും കോൺഗ്രസിന്റെ കാലുവാറൽ മൂലമാണെന്ന് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടായ തിരിച്ചടികൾക്ക് കാരണമായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. എന്നാൽ ജോസഫ് വിഭാഗത്തിന്റെ ഭീഷണിയെ കാര്യമാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം.